ഞാൻ ഈ പ്രാവശ്യം UK പോയി. UK ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, പാസ്റ്റർ എവിടെ കാണണ്ടേന്നുള്ളത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വെസ്റ്റ് മിനിസ്റ്റർ ആബി കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ അതിനകത്ത് കുറേ കല്ലറകളെ ഉള്ളെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് എന്താ പറഞ്ഞേ? വിക്ടോറിയ രാജ്ഞിയുടെ കല്ലറ, അങ്ങനെ കുറേ മഹാന്മാരുടെ കല്ലറയെ അതിനകത്തുള്ളൂ. കയറണമെങ്കിൽ 30 പൗണ്ട് വേണം. സ്തോത്രം. 30 എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ 3000 രൂപ ഉണ്ടെങ്കിലേ കയറാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. ഞാനിങ്ങനെ വെസ്റ്റ് മിനിസ്റ്റർ ആബി 1.5 മണിക്കൂർ കൊണ്ടാണ് വെസ്റ്റ് മിനിസ്റ്റർ ആബി കയറി കണ്ടത്. ഞാൻ കണ്ടു വിക്ടോറിയ രാജ്ഞിയുടെ കല്ലറ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോൾ ഞാൻ കണ്ടത് ഐസക് ന്യൂട്ടൻ്റെ കല്ലറ കണ്ടു. അത് കഴിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോൾ ഞാൻ കണ്ടത് വെസ്റ്റേൺ ചർച്ചിൻ്റെ കല്ലറ കണ്ടു. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ചാൾസ് ഡാർവിൻ്റെ കല്ലറ കണ്ടു. ഈ കല്ലറ കണ്ട് ഞാൻ വന്നപ്പോൾ മുന്നോട്ട് വന്നപ്പോൾ ഞാൻ സ്റ്റക്കായി നിന്നു. എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര്. ലിറ്ററലി, ഞാൻ ചുമ്മാ ജോക്ക് പറയുന്നില്ല, സെൻസിറ്റീവ് ടോക്ക് അല്ല, എനിക്കത് ഇഷ്ടമല്ലല്ലോ. ആമേൻ. കർത്താവിന് വേണ്ടി ആഫ്രിക്കയുടെ വനാന്തരത്തിൽ അധ്വാനിച്ച് ആഫ്രിക്കയിൽ മരിച്ച ഡേവിഡ് ലിവിങ്സ്റ്റന്റെ കല്ലറ മഹാന്മാരുടെ കല്ലറയുടെ ഇടയ്ക്കിരിക്കുക. ഞാൻ പറഞ്ഞു, ദൂത് മനസ്സിലായോ? ആമേൻ. എത്രയോ പ്രധാനമന്ത്രിമാര്, എത്രയോ പ്രസിഡന്റുമാര് അതിനുശേഷം വന്നിട്ടുണ്ട്. പലരുടെയും കല്ലറ മഹാന്മാരുടെ കല്ലറയുടെ ഇടയ്ക്കില്ല. എന്നാൽ ഒരു ആയുസ് മുഴുവൻ, ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി ആഫ്രിക്കയുടെ വനാന്തരത്തിൽ ചെലവിട്ട ഒരു ഭക്തന്റെ കല്ലറ മഹാന്മാരുടെ കല്ലറയുടെ ഇടയ്ക്ക് കൊണ്ടുവയ്ക്കാൻ. സുവിശേഷവേലയുടെ മാഹാത്മ്യം മറക്കല്ലേ, സുവിശേഷവേലയുടെ മഹത്വം മറക്കല്ലേ. ലോകത്തിലെ ഏത് ഉയർന്ന പദവിയിൽ നീ എത്തുന്നതിനേക്കാൾ ഒരിക്കൽ ആമേൻ ബില്ലി ഗ്രഹാമിനോട് ചോദിച്ചു, താങ്കൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞങ്ങൾ ഒന്നടങ്കം താങ്കളെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം കൊടുത്ത മറുപടി ഇതാണ്: അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ താഴോട്ടിറങ്ങാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അംബാസഡറാണ്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഈ ഡോക്ടറായി ഡേവിഡ് ലിവിങ്സ്റ്റൺ ആമേൻ ഡോക്ടറായിരുന്നു, ഒരു ഫിസിഷ്യനായിരുന്നു, തൻ്റെ മെഡിക്കൽ ഡോക്ടറായിരുന്നു മനുഷ്യൻ. ഇതെടുത്തോണ്ട് വനാന്തരത്തിലേക്ക് ആഫ്രിക്കയിലേക്ക് പോയി. കപ്പൽ കയറി ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ മനുഷ്യനില്ല. അവിടെ ചെന്നു, സിംഹത്തിന്റെ കടിയേറ്റ് വലതുവശം തളർന്നുപോയി. ആ ഒരു സിംഹത്തെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തന്നെ കടിക്കുന്ന രൂപം. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആ വീട്ടിൽ പോയി, ഞാൻ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ വീട്ടിൽ പോയി. എനിക്ക് കാണണം. അതിനുവേണ്ടി ഡേവിഡ് ലിവിങ്സ്റ്റന്റെ വീട് കാണാൻ ഞാൻ സ്കോട്ട്ലാൻഡിൽ പോയി. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, എനിക്കത് കാണണമായിരുന്നു. ചലഞ്ചായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? രാജ്യങ്ങളിൽ നിന്ന് നിന്റെ വീട് തപ്പി വരാൻ ദൈവത്തിന് പറ്റും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്ന ദൂത്? നീ എപ്പോഴും ഇങ്ങനെ നിന്നെ തന്നെ ചുരുക്കാനല്ല. യുവാവേ, യുവതിയെ, ദൈവം ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ഒരു അഭിഷക്തനാക്കി ഈ തലമുറയിൽ ദൈവം നിന്നെ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പറത്താൻ. I challenge you youngsters. I challenge you. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഈ തലമുറയിൽ സുവിശേഷത്തിന് വേണ്ടി വില കൊടുക്കുക.